സലാം സലാം നമസ്തേ. നല്ല നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒന്നാം ഭാഗം അവതരിപ്പിച്ചു. അതിൽ 2 മിനിറ്റ് 40 സെക്കൻഡ് സമയം അവർ ഈ വിവരണത്തിലിടയ്ക്ക് ഈ ഷെറിൻ റഷീദ് അത് അലങ്കോലപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇത് കാട് കയറരുത് എന്ന് ഈ ഭാഗത്ത് പറയുമ്പോൾ അതിൽ മോഡറേറ്ററായ റൌഫ് എന്ന പേരും തോന്നുന്നുണ്ട്. റൌഫ് പറയുമ്പോഴാണ് ബോധം വരുന്നത്. മറിച്ച് ആ കാര്യം വാസ്തവത്തിൽ അത് ഈ ചെങ്ങയുടെ പേര് എനിക്കുണ്ട്, മറക്കുന്നില്ല. ഷാഫിയാണത് പറഞ്ഞിരുന്നത് എങ്കിൽ ഒരു പക്ഷെ ബോധം വരണമെന്നില്ല. ഷെറിനെ ആരെ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് വെച്ചാൽ ഈ കാട് കയറി പോകരുതെന്ന് ഷെറിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2 മിനിറ്റ് 40 സെക്കൻഡിലാണ് തോന്നുന്നുണ്ട്. പക്ഷെ ആകെ 20 സെക്കൻഡ് പോലും പറയണം. കാരണം ഇവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ കാരണം മുസ്ലിങ്ങൾ ഏകപക്ഷീയമായിട്ട് വെറുതെ ഒരാളെ ആക്രമിക്കില്ല. അത് മുസ്ലിങ്ങളുടെ നിലപാടല്ല. അതിന് തെളിവ് ഖുർആൻ തന്നെ ഉണ്ട്. ഖുർആനിൽ തെളിവുണ്ട്. അപ്പം ഈ ഖുർആനിലത്തെ തെളിവൊന്നും ഇവർക്ക് പറ്റില്ല. ഖുർആൻ വിശ്വസിക്കുന്നില്ല. ഖുർആൻ ഇപ്പോൾ ഹദീസുവാദി ഖുർആനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ ഖുർആനപ്പുറം ഹദീസിന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഹദീസിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഹദീസിലത്തെ തെളിവും ഈ റൌഫിന് അത് തെളിവാക്കി വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് ശരിയല്ല. കാരണം വെച്ചാൽ അത് മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആരോപണത്തിനുള്ള ഒരു ഇല്ലാത്ത സംഗതി അടിച്ചേൽപ്പിക്കുക, ഒരു കുറ്റവാളിയാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഇവർ എവിടുന്നൊക്കെ തപ്പിക്കൊണ്ടുവന്ന് ഹദീസിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അവിടെ ഉണ്ട്. കാരണം വെച്ചാൽ ഷെറിൻ റഷീദ് പറയുന്നുണ്ട്, യുദ്ധം ഒന്നൊന്നല്ലത്, മറിച്ച് ഏകപക്ഷീയമായിട്ട് കൊള്ളയടിക്കുന്നു. ഈ കൊല ഇതൊക്കെ മാത്രമല്ല, ഇത് ഈ ബനു ഖുറൈറ ബനു ഖുറൈള കൂട്ടക്കൊല എന്ന് പറയുമ്പോൾ അത് അധികാരമില്ലാത്തപ്പോഴാണ്. അപ്പോൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു രാജാവായിട്ടൊന്നല്ല നിൽക്കുന്നത്, രാജാവിനെതിരെ നിയമം അട്ടിമറിക്കാൻ നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഈ പാകിസ്ഥാനിലൊക്കെ നടന്ന പോലെ ഒരു പട്ടാള അട്ടിമറി പോലത്തെ ഒരു സംഭവം. പട്ടാളമല്ല, കുറേ ഈ കൂലിപ്പടയാളികളെ വെച്ചുകൊണ്ട് എന്നിട്ട് അവിടുത്തെ ഇവർ അധികാരം ആർക്കാണുള്ളത്? അപ്പം ഈ ബനു ഖുറൈറ കൂട്ടക്കൊല എന്ന് പറയുമ്പോൾ അവിടെ വേറെ അധികാരികളൊന്നുമില്ലേ? ഭരണമൊന്നുമില്ലേ? ഭരണം അത് ഇവർക്കായിരുന്നോ ഭരണം? ആർക്ക്? ജൂതന്മാർക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണോ അവിടെ അതിനെ പറ്റിയിട്ട് ഹദീസിൽ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. പക്ഷേ ഇത് വരുത്തി തീർക്കണം, ഈ കൂട്ടക്കൊല ചെയ്യാൻ. അതായത് ഒരു നാട്ടിൽ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ യുദ്ധം നടത്തുന്നില്ല എന്നുള്ള കാരണം, ഇപ്പം ചൈന ആയിക്കോട്ടെ അതല്ലെങ്കിൽ പാകിസ്ഥാൻ ആയിക്കോട്ടെ കയറി അടിക്കുമ്പോൾ പോലും അവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഉൾപോരുണ്ട് എപ്പോഴും. ഈ രാഷ്ട്രീയ പകപോക്കലും ഇതൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഗുജറാത്തിലൊക്കെ നടന്ന പോലെ ഈ ജനങ്ങൾക്കെതിരെ അക്രമം നടമാടുമ്പോൾ അത് സംരക്ഷിക്കാനുള്ള സംരക്ഷകരായിട്ടാണല്ലോ ഇപ്പോൾ ഈ പോലീസ് പട്ടാളമൊക്കെ. ഉള്ളിൽ ഇവർക്ക് ആക്രമിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളും അതേപോലെ പോലീസുകാരും. വാസ്തവത്തിൽ ജനതയ്ക്ക് വേണ്ടി ഇവരൊക്കെ ഈ പോലീസ് അതല്ലെങ്കിൽ പട്ടാളം അതല്ലെങ്കിൽ കോടതി എല്ലാം ജീവനക്കാരാണ്. സർക്കാർ സർവൻ്റാണ്. ഈ സർക്കാർ സർവൻ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഈ നിരായുധരായ പാവങ്ങളെ ആക്രമിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക, അത് അക്രമിക്കാൻ അക്രമകാരികൾക്ക് കൂട്ടുനിൽക്കുക, ഈ രീതിയിൽ
തരം താഴുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇപ്പോൾ വേണ്ട ഈ മ്യാൻമാറിൽ നടന്ന എന്താണ് അത്, അതിൻ്റെ ഉള്ളിൽ മ്യാൻമാർ പുറത്തുള്ള ഇപ്പോൾ ബംഗ്ലാദേശിനോ അതല്ലെങ്കിൽ നേപ്പാളിനോ എതിരെ യുദ്ധം ചെയ്തല്ല ചെയ്തത്, മറിച്ച് ഈ ഒരു സമൂഹത്തെ, ഒരു നിരായുധരായ പാവങ്ങളെ ആക്രമിച്ച പോലെ. അതിന് യുദ്ധം എന്ന് പറയാമോ? അത് പിന്നെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഭരണം പട്ടാള ആണ് ഇവർക്കെതിരെ നിൽക്കുന്നത്. പട്ടാളവും അവിടുത്തെ എന്താ പറയുക, ഈ ഈ സ്വാമിമാർ, ഏത് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നുണ്ടല്ലോ, ഈ ബുദ്ധസ്വാമി സന്യാസിമാരുടെ നയമെന്താ? ബുദ്ധ സന്യാസിമാർ അഹിംസ സിദ്ധാന്തവാദികളായ അവർ. പക്ഷേ ഇതൊരു പുണ്യപ്രവൃത്തിയാണ്. കാരണം ഒരു നാടിന് വേണ്ടിയിട്ട് ഒരു ഒരു സമൂഹത്തെ കടന്നാക്രമണം ചെയ്ത പോലെയാണ് ഇവിടെ നടന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. ഏത് മുത്തിൻ്റെ 10 നന്മകൾ. ഈ മുത്തിൻ്റെ 10 നന്മകൾ എന്ന് പറയുമ്പോൾ നന്മ ഇവർ കണ്ടിട്ടേ ഇല്ല. അത് ഏതും ഇതിൻ്റെയാണ്. മക്കയിലുള്ള ഒരു മുഹമ്മദ്, വാസ്തവത്തിൽ ഒരു യത്തീമായ മുഹമ്മദ്, ഭരണത്തിനെതിരെ കുറച്ച് കൂലിപ്പടയാളികളെ വെച്ചുകൊണ്ട് എന്നിട്ട് അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കും ഭരണത്തിനും എതിരെ, മാത്രമല്ല ജൂതഗോത്രങ്ങൾക്കെതിരൊക്കെ അങ്ങനെ കൊള്ളയടിക്കുക, ഇങ്ങനെ കാശുണ്ടാക്കിയിട്ട് അതുകൊണ്ട് ആയുധം മേടിച്ചിട്ട് അധികാരികൾക്കെതിരെ വാസ്തവത്തിലെ യുദ്ധം നല്ലല്ലോ, പട്ടാള അട്ടിമറി, അതല്ലെങ്കിൽ അക്രമം. അപ്പോൾ ഈ കാഴ്ചപ്പാട്, ഈ ഒരു മുൻവിധി വെച്ചുകൊണ്ടാണ് ചർച്ച, അല്ലാതെ നിജസ്ഥിതി അറിയാനല്ല. ഇതിലേക്ക് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായി തുടങ്ങുന്ന ചർച്ചയാണത്. ഇതിന് നിങ്ങൾക്ക് അധികം ഇതൊന്നും ശാസ്ത്രീയവശോ അതല്ലെങ്കിൽ വലിയ എന്താ പറയുക, ഈ ഒരു ഇൻ്റലിജൻ്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം ഒരു കേസിൻ്റെ സാഹചര്യം നോക്കിയാൽ കേസ്, ഈ ഒരു കൊല നടന്ന കാര്യം, ആ സാഹചര്യം തെളിവ് വെച്ചുകൊണ്ട് ഒക്കെ അത് കണ്ടെത്താനുള്ളൊരു പ്രാഗൽഭ്യം വേണമെന്നില്ല. ബോധം മാത്രം മതി, കുറച്ച് ബോധം മാത്രം മതി. കാരണം ഇവർ ഇപ്പോൾ ഈ പേര് തന്നെ, ഇപ്പോൾ ഇയാൾ തുടങ്ങി വെച്ചത് ഒരു റൌഫ് എന്ന ഈ മോഡറേറ്റർ പറഞ്ഞത് ഒരു ഹിമാലയൻ ടാഗാണിത്. ഇത് ഏറ്റെടുക്കാൻ ഉമർ തയ്യാറുണ്ടോ? ഉമറിന് പറ്റില്ല. കാരണം ഉമർ അത് നീട്ടിപ്പരത്തി നേരം വിളിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സോറി. കാരണം ഉമറിന് ഒരുപാട് കഥകൾ അറിയാം. ഇതിപ്പോൾ റൌഫിനാകുമ്പോൾ അധികം കഥ അറിയാത്ത കാരണം റൌഫ് നല്ലതെന്ന്. പക്ഷെ വാസ്തവത്തിൽ ഷെറിന് കൊടുക്കുകയായിരുന്നെങ്കിൽ ഈ 2 മിനിറ്റ് 40 സെക്കൻഡിൽ അത് പറ്റില്ല എന്നുള്ള ഇത് വരില്ല. കാരണം ഇത് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവിടെ റൌഫ് ചെയ്തത് മുഹമ്മദ് ഷാഫി, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന തർക്കം, ബനോ ഖുറൈറയുടെ കൂട്ടക്കുരുതികളെ കുറിച്ചാണ് നമ്മൾ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായത്. നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്ത് പോയേക്കാം. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ചർച്ച എങ്കിൽ വാസ്തവത്തിൽ ഷെറിൻ ഇതിനെ അവിടെ മുഹമ്മദ് റസൂലിൻ്റെ മറ്റ് ലീലാവിലാസങ്ങൾ ഈ ഷെറിൻ്റെ മുൻധാരണയിലിരിക്കുന്ന വിഷയം എടുത്തിടേണ്ട കാര്യമില്ല. മറിച്ച് ഈ റൌഫ് ഇത് ഏറ്റെടുത്ത്, ഈ ഹിമാലയൻ ടാഗ് ഏറ്റെടുത്തത് ഷെറിനായിരുന്നുവെങ്കിൽ ഷെറിൻ അത് അവതരിപ്പിക്കുകയുള്ളൂ. കാരണം ഈ കാര്യം ആദ്യം ഷാഫിക്ക് ഇത് അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കില്ല. ആദ്യം ഇത് അവതരിപ്പിക്കുക പറയുള്ളത്. അപ്പോൾ അതിന് ഈ ക്ലിയർ ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് അതിന് ഷാഫി ശരിയാണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഷാഫി പ്ലീസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഷാഫി പറയുന്നത് എന്താണെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല, ശരി എന്നാണ് പറയുന്നത്. അല്ലാതെ അത് പറ്റില്ല എന്നോ, അത് ഇവിടെ ഈ റൌഫ് ഇപ്പോൾ ഇതിൻ്റെ മോഡറേറ്റർക്ക് ഇവിടെ ശല്യം ചെയ്യാൻ വന്നതല്ല, അത് ശരിയെന്ന് സമ്മതിച്ചു. അപ്പോൾ പറഞ്ഞതിന് ഷാഫി പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ബനോ ഖുറൈറ ചരിത്രം സുദീർഘമായ ചരിത്രമാണ്.
ചുരുങ്ങിയത് 10-15 മിനിറ്റ് ഓടിച്ചു പോകണം എന്ന് തുടങ്ങുന്ന വിശദീകരണം ഏകദേശം ഒരു മിനിറ്റ് എടുത്തു. ചരിത്രം വിവരിക്കുന്നതിൻ്റെ മുന്നോടിയായി ഷാഫിയോട് അദ്ദേഹത്തിൻ്റെ വാദം ഉന്നയിക്കാൻ പറഞ്ഞു. ഷാഫി ഏകദേശം 20 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു 1, 2, 20 എണ്ണുന്ന സമയം പോലും സെക്കൻഡ് കൊണ്ട് പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതിൽ ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരണപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ അങ്ങോട്ട് മാത്രം ഒരു കാരണവും ഇല്ലാതെ എന്താണ് പറഞ്ഞത്, ഒരു ഹിറ്റ്ലറെ പോലെ, കറക്റ്റ്, ഒരു കാരണവുമില്ലാതെ ഹിറ്റ്ലറെ പോലെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഇസ്ലാമിൽ ഇല്ല. ഇങ്ങനെ പറഞ്ഞു പോവാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഷാഫിയുടെ ആ നിലപാട് ഷാഫി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അത് പറ്റില്ല. ഷെറിൻ ഇടപെട്ടു ഇടപെട്ടിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറ്റില്ല. പിന്നെന്താ, ഇവർക്ക് ഇഷ്ടമുള്ള പോലെ അല്ലാണ്ട് ചർച്ച ഒരു മുൻധാരണ, നമ്മൾ ഏത് രീതിയിൽ ചർച്ച നടത്തണം എന്ന ഒരു തീരുമാനത്തിലെത്തിയിട്ടല്ല. കാരണം അവർക്ക് താല്പര്യമുള്ള പോലെ ചർച്ച കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഷാഫിയുടെ നിലപാട് ഷാഫി പറഞ്ഞു തുടങ്ങുമ്പോൾ ഷെറിൻ എന്ന പേരിൽ നിലനിൽക്കുന്ന ഒരു സ്ത്രീ അതിൽ കയറി ഇടപെടുന്നത് ഏകദേശം ഒരു മിനിറ്റ് 20 സെക്കൻഡ് 1 മിനിറ്റ് 20 സെക്കൻഡിലാണ് അത് തുടങ്ങുന്നത്. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് അവതരിപ്പിച്ചു എന്താണ് ഷെറിൻ്റെ തോന്നലിലുള്ള ഒരു ഇസ്ലാമോഫോബിയ, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സമയം എന്താണ് ഇസ്ലാം എന്നത് ഈ ഷെറിൻ സങ്കല്പിച്ച് ഇസ്ലാമിനെ പറ്റിയാണ് വിവരിക്കുന്നത്. ഷെറിൻ പറയുന്നത് ഇസ്ലാമിന് അക്രമത്തിൻ്റെ പാതയല്ലെന്ന് പറയുന്ന ഷാഫിക്ക്, അങ്ങനെ പറയുന്ന ഷാഫിക്ക് അവകാശമില്ല. അങ്ങനെ പറയുന്നത് അക്രമത്തിൻ്റെ പാത ഇസ്ലാമിനില്ല എന്ന് ഷാഫി പറയരുത്. പിന്നെ ആരത് പറയാ? ഷാഫിയും കൂടി അല്ല, ഇസ്ലാമിന് അങ്ങനെ തന്നെയാണ്, അക്രമങ്ങളിലൂടെയാണ് ഞാൻ ഇതൊക്കെ ഈ ഇസ്ലാം സ്ഥാപിച്ച അക്രമങ്ങളിലൂടെയാണ് എന്ന് പറയാണ് വേണ്ടത് എന്നാണ്, അതിനാണ് ക്ഷണിക്കുന്നത് ആരെ? ഷാഫിയെ. അതാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ ഷാഫിക്ക് അവകാശമില്ല. എന്താ കാരണം വെച്ചാൽ അതിന് തെളിവ് കൊണ്ടു നിൽക്കുന്നത്, തെളിവായി മുന്നോട്ട് വെക്കുന്നത് മുഹമ്മദ് ചെയ്തിട്ടുള്ള ഓരോ അക്രമവും, ഓരോ ഗോത്രങ്ങളെ ആക്രമിക്കുന്ന ചരിത്രം എത്ര ലാഘവത്തോടെ ഹദീസിൽ കിടപ്പുണ്ട്. രാത്രി പോയി അവരെ ആക്രമിക്കുക, രാത്രി പോയിട്ട് അവരെ ആക്രമിക്കുന്നു. പിന്നെ അലസമായിട്ട് അവരെ ഒട്ടകങ്ങളെ ഒക്കെ പോയി ആക്രമിച്ച് ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് എത്ര ഹദീസുണ്ട്. ഹദീസിൽ ഇതുണ്ട്, ഓരോ ആക്രമിച്ചായിട്ട് ഒരുപാട് ഹദീസുണ്ട്. അപ്പോൾ ഹദീസൊക്കെ അവിടെ വെച്ചിട്ട് ആ ഹദീസ് തള്ളാൻ പറ്റില്ല. ഹദീസ് എടുത്തിട്ട് പോവാ. ഈ ഖുറാനിൽ ഇപ്പോൾ ഷാഫിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഹദീസിൽ ഇവർ വിശ്വസിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? ഈ എക്സ് മുസ്ലിമും അതേപോലെ തന്നെ യുക്തിവാദികളും ഈ കാഫർ ഹദീസിൽ വിശ്വസിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? ഇത് കുറിച്ചിട്ടത് കാഫറാണ്. ഈ ഹദീസ് കുറിച്ചിട്ടത് കാഫറാണ്. കാഫർ കുറിച്ചിട്ട് ഹദീസിൽ അവർ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന ഹദീസിലേക്കാണ് ആരെ ക്ഷണിക്കുന്നത്? ആരെ? മുസ്ലിങ്ങളെയാണോ? അല്ല, മൗലിമാരെ ക്ഷണിക്കുന്നത്. ഈ ഹദീസ് പണ്ഡിതന്മാരെ, ഹദീസ് പണ്ഡിതന്മാരെ ക്ഷണിക്കുന്നത് കാഫർ കുറിച്ചിട്ട് ഹദീസിലേക്കാണ്. കാരണം ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാന്യന്മാരെ, നല്ല ഒരു സംസ്കാര സമ്പന്നരെ വാസ്തവത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ ഈ ശൈത്താന്മാരുടെ സങ്കല്പത്തിൽ തീർത്ത ഹദീസ്, ശവസങ്കല്പം, അതിലേക്കാണ് വിളിച്ചിട്ട് മുസ്ലിങ്ങൾ ഒരുപാട് കൂട്ടക്കുരുതി ചെയ്തിട്ടുണ്ട്.
ബനു ഖുറൈറ കൂട്ടക്കൊല എന്ന് തെളിവ് നിരത്തുക. എന്നിട്ട് അതിന് വിധി പറയാനാണ് പറയുന്നത്. അതിന് വിധി ആരാ പറയേണ്ടത്? ഷാഫി. അപ്പോൾ അവരെ പോയി ആക്രമിക്കുന്നു. എന്നിട്ട് വീട് വളഞ്ഞു, വെളിയിൽ പോവാൻ കഴിയാത്ത വിധം ഞങ്ങളെ തടസ്സപ്പെടുത്തിയിട്ട് പിന്നെ വേറൊരിടത്ത് പോയി വേറൊരിടത്ത് പോയിട്ട് രായിക്ക് രാമായണം, അങ്ങനൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. രായിക്ക് രാമായണം ഒരു 7 കുടുംബങ്ങളെ ആക്രമിച്ചു, അവരുടെ സാധനങ്ങൾ എല്ലാം എടുത്തു. ഇതൊക്കെ യുദ്ധം എന്ന് പറയുന്നത് ഇതൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല. ആർക്ക് ഇത് ആർക്കറിഞ്ഞിട്ട്? ഇവർക്ക് അറിയുന്നതിനേക്കാൾ അപ്പുറം ആർക്കറിയണം? ഹദീസ് പണ്ഡിതന്മാർക്ക് അറിയണ്ടേ? കാരണം ഇവർക്ക് കണ്ടെത്തുള്ള ഹദീസെല്ലാം അറിയുള്ളൂ. അപ്പോൾ ഈ വൃത്തികെട്ട വർഗ്ഗങ്ങൾക്ക്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഹദീസ് പണ്ഡിതർക്ക് അറിയണം. അപ്പോൾ അറിയാഞ്ഞിട്ടൊന്നും അല്ല, ഇത് അറിഞ്ഞാഞ്ഞിട്ടൊന്നും അല്ല, നിങ്ങൾക്ക് അറിയും. അവിടെ കൃത്യമായി ഹദീസിൽ എഴുതിയിട്ടുണ്ട് റൈഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്, അല്ലാണ്ട് വാറ് എന്നല്ല. കാരണം ഇംഗ്ലീഷ് ഹദീസിലാണ് നോക്കിയുള്ളത്, മനസ്സിലായി? ഇംഗ്ലീഷ് ഹദീസിൽ റൈഡ് എന്നല്ല, അല്ല വാറ് എന്നല്ല, റൈഡ് എന്നാണ്. അപ്പോൾ റൈഡ് എന്ന് പറയുമ്പോൾ എന്താ? അത് വാറ അല്ലല്ലോ. അപ്പോൾ ഈ ഹദീസ് എന്തിനെ കുറിച്ചിട്ടുള്ളത്? അറബിയിലാണ്. അറബിയിൽ നിന്ന് തർജ്ജമ ചെയ്യുമ്പോൾ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിക്കോട്ടെ. ഇതൊന്നും ആരോട് പറയാൻ പറ്റില്ല? ഷെറിനോട് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ അവിടെ എന്നെ എഴുതിയിട്ടുണ്ട്. അത് അറിയേണ്ടതെന്നല്ല, നിങ്ങൾക്ക് അറിയും. അവിടെ കൃത്യമായിട്ട് ഹദീസിൽ എഴുതിയിട്ടുണ്ട് റൈഡ് എന്ന്. ഇങ്ങനത്തെ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാറ് എന്നൊന്നുമല്ല, ശരിക്കും റൈഡ് എന്നാണ്. റൈഡ് എന്ന് ഇംഗ്ലീഷിൽ കുറിച്ചിട്ടുണ്ടെന്നേ. ആ വാക്ക് തന്നെ റൈഡ് എന്നാണ് ഉപയോഗിച്ചത്. പാതിരാത്രിക്ക് കിടന്നു ഉറങ്ങുമ്പോൾ അവിടെ സമയം നോക്കി അവരെ പോയി ആക്രമിച്ചു, അവരെ കീഴ്പ്പെടുത്തി, അവരുടെ ഉടുതുണി അടക്കം അടിച്ചിട്ട്, പെണ്ണുങ്ങളെ അടിച്ചുകൊണ്ട് വന്ന്, ഉടുതുണി ഇല്ലാത്ത പെണ്ണുങ്ങളെയും കൂടി അടിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വിഷം നോക്കിയ, എന്ത് പുച്ഛമാണ് നോക്കിയ. ആരെയാണ് പുച്ഛിക്കുന്നത്? ഒരു ക്രിമിനൽ, മക്കയിലുള്ള, അത് മരിച്ചു പോയതിനാണ്. അതിനെ വിസ്തരിക്കാനാണ് നിൽക്കുന്നത്. അത് എന്താണ് ഇവിടെ നിങ്ങളുടെ ഉദ്ദേശം? ഈ മക്കയിലുള്ള അത് ഒരു മുസ്ലിം എന്നല്ല പറയാം. മക്കയിലെ മുഹമ്മദ് ഇതേപോലെ കൊള്ളയടിച്ചു, ഇതൊക്കെ ചെയ്ത് പാതിരാത്രിക്ക് പോയിട്ട് പളുങ്ങി പോയിട്ട് പാതിരാക്ക് കൊള്ളയടിച്ചു എങ്കിൽ അതിന് ക്രിമിനൽ എന്നാണ് പറയാം. അതിന് ഇംഗ്ലീഷിൽ ക്രിമിനൽ എന്നാണ്, അല്ലാണ്ട് പീസ് എന്നല്ല, ക്രിമിനൽ. അവരെ മുജ്രിം എന്നാണ് അറബിൽ പറയാം, അല്ലാണ്ട് മുസ്ലിം എന്നല്ല. അപ്പം ഒരു മുജ്രിമായിരുന്നു, മുജ്രിമായ മുഹമ്മദ് മക്കയിലുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട് എന്ന്. ഉണ്ടെങ്കിൽ അതിന് മുസ്ലിങ്ങൾ എന്ത് പിഴച്ചോ? ഇതാണ്. അപ്പം മുജ്രിം ആയ ഒരു മുഹമ്മദ് അവിടെ ഇവരെ ജൂതന്മാരെ അവരെ കൊള്ളയടിച്ചു, ഇതൊക്കെ ചെയ്ത്. ഇനി ആ മുഹമ്മദിനൊന്നും ചെയ്യാൻ പറ്റില്ല, വിസ്തരിക്കാനും പറ്റില്ല, തൂക്കിക്കൊല്ലാനും പറ്റില്ല, ശിക്ഷിക്കാനും പറ്റില്ല. എങ്കിൽ മലയാളികൾ ആയ മുസ്ലിങ്ങളെ പക പോക്കാൻ, അല്ലേ, അതിന് ആളെ സംഘടിപ്പിക്കാനുള്ള ഒരു ചർച്ച. അതല്ലാതെ വേറെ എന്താണ് ഇതിൽ ഉദ്ദേശം എന്ന് ആര് പറയണം? അത് ഷാഫി അല്ല. ഷാഫി പറയുന്നത് ഞാൻ അങ്ങനെ വായിക്കാനല്ല ഇഷ്ടപ്പെടുന്നത്. കാരണം മുസ്ലിങ്ങളുടെ മഹാത്മ്യം അതേപോലെ വായിക്കാനാണ്. അത് പറ്റില്ല എന്ന് പറയണം. അവിടെ നടന്നത് ഏകപക്ഷീയമായ ഒരു അറ്റാക്കായിരുന്നു. അതല്ലാതെ ബ്രിട്ടീഷുകാരുടെ അടുത്ത് ബ്രിട്ടീഷുകാരെ ചെറുത്ത് നിൽക്കാനുള്ള പോലെയുള്ള യുദ്ധമല്ല എന്ന രീതിയിൽ വാസ്തവത്തിൽ 3:40 വരെ, 3:40 മുതൽ 4:20 വരെയാണ് ഈ കാട് കയറുന്നത്. ചെറിയ റഷ്യസ് കാട് കയറിപ്പോകുന്നത്. അന്നേരം മോഡറേറ്റർ ആ വിഷയത്തിൽ വ്യതിചലിച്ചു എന്ന് പറഞ്ഞിട്ട് ഇടപെട്ടാണ് വാസ്തവത്തിൽ, അല്ലേ. ഇത് ഷെറിൻ റഷീദ് വ്യതിചലിച്ചു പോകുന്നു എന്ന് ഷെറിൻ റഷീദിനോട് പറഞ്ഞപ്പോഴാണ് ഷെറിൻ ശരിക്കും ബോധം വരുന്നത്. ഒരു പക്ഷെ ആ കാര്യം ഷാഫിയാണ് ഷെറിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്കിൽ ഷെറിന് ബോധം വരണമെന്നില്ല. അതാണ് ലോജിക്ക് എന്ന് പറയുന്നത്. കാരണം അത് അവരുടെ മോഡറേറ്റ് പറഞ്ഞപ്പോൾ ബോധം വന്നു. വെറുതെ കാടുകാരാണ്. കാരണം വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്ന ബോധവൽക്കരണം നടത്തിയപ്പോൾ ആർക്ക്? ഷെറിന് ബോധം വന്നു.
ഷെറിൻ ഇങ്ങനെ മാത്രമല്ല അവിടെ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, എന്തിനാണ് ഷെറിൻ ഇങ്ങനെ പരന്നു പോകുന്നത്? ഈ പരന്നു പോകുന്ന ഷെറിനൊരു ഉദ്ദേശമുണ്ടെന്ന്. കാരണം അത് സ്ഥാപിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ, കാരണം ഷെറിൻ്റെ ശിരസിലുള്ള വിഷമാണ്. മുസ്ലിങ്ങൾ വാസ്തവത്തിൽ കുറ്റവാളികളാണ് എങ്കിൽ, കാരണം ഷെറിൻ റഷീദിനെ വളർത്തിയ അവർ കുറ്റവാളികളാവാം. അപ്പോൾ ആ കുറ്റവാളികളെ വെച്ചുകൊണ്ട് അതേപോലെയാണ് മുസ്ലിങ്ങളെന്ന് കരുതാൻ. എന്നിട്ട് ആ കുറ്റവാളിയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. എന്നിട്ട് ആ കുറ്റവാളികൾക്ക് മുസ്ലിം എന്ന് പേരിട്ടിട്ട് എക്സ് മുസ്ലിം. അപ്പോൾ എക്സ് മുസ്ലിമായിട്ട് എവിടേക്ക് ചേരുന്നത്? മതമില്ലാത്ത മയ്യത്തായി തീരാൻ. മതം ഇത് നിങ്ങൾ ഈ മതം എന്ന് പറയുന്ന അഭിപ്രായമാണ്. നിങ്ങൾക്ക് മതമില്ല മതമില്ല എന്ന് രാമായണം ഇങ്ങനെ പറഞ്ഞ അതുകൊണ്ട് ഇങ്ങനെ ഉരുവിടുക, ഞങ്ങൾ യുക്തിവാദികളാണ്, ഞങ്ങൾക്ക് മതമില്ല എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഉള്ളവർക്ക് മതമുണ്ട് എന്ന്. അഭിപ്രായമുള്ളവർക്ക് മതമുണ്ട്, പക്ഷേ ഈ ശവങ്ങൾക്ക് ബോധമില്ല. ബോധമില്ലാത്തവർക്ക് തോന്നുന്നു മതമില്ല എന്നാണ്. പിന്നെ മതമില്ലെങ്കിൽ എന്ത് അഭിപ്രായം പറയുന്നത്? താൻ തോന്നിത്തരം. വെറുതെ ഒരു സംസ്കാരത്തെ മോശമായി ചിത്രീകരിക്കാൻ തീരെ നിലവാരമില്ലാത്ത, നാൽക്കാലികളുടെ നിലവാരം പോലും ഇല്ലാത്ത ശവങ്ങൾ വാസ്തവത്തിൽ അവർക്ക് അഭിപ്രായമില്ല എന്ന്. അതാണ് കുല്യ അയ്യോ അൽ കാഫിറുൻ ലാ അബ്ദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അബ്ദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അബ്ദു ലക്കും ദീനക്കും വലിയ ദീൻ. ഇതിൽ പറഞ്ഞ ആശയം എന്താണെന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണ് ഈ കാഫറിന് മതം ഉണ്ട് എന്ന് അർത്ഥം. കുല്യ അയ്യോ അൽ കാഫിറുൻ ലാ അബ്ദു മാ തഅബുദൂൻ. നിങ്ങൾ ആരാധിക്കുന്നതിന്. അപ്പോൾ കാഫർ എന്തിനാണ് ആരാധിക്കുന്നത്? കാഫർ എന്തിനാണ് ആരാധിക്കുന്നത്? പിശാചിനെയാണ്. അപ്പോൾ ഈ വർഗങ്ങൾ, ക്രിമിനൽ കുറ്റവാളികൾ, ഈ കുറ്റവാളികൾ വാസ്തവത്തിൽ അവരുടെ കുറ്റം നിരപരാധിയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് മുത്തിൻ്റെ 10 നന്മകൾ. കാരണം ഈ അക്രമകാരികൾ വാസ്തവത്തിൽ കീഴ്പ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ല, ശൈത്താൻ. അവരെ തഅബുദു ശൈത്താൻ എന്ന് പറയാം. അബ്ദുള്ള എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വ്യക്തിക്ക് പേരിടാം, അബ്ദുള്ള. പക്ഷെ ആ ഒരു വിശേഷണം ഉണ്ട് അവിടെ. വിശേഷണം എന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കുന്നവനാ. ഇപ്പോൾ ഈ അബ്ദുള്ള എന്ന് ഖുർആനിൽ പേരുണ്ട്. അത് ഈസക്ക് അബ്ദുള്ള എന്ന് പേരുണ്ട്. ഈസന് ശരിക്കും അബ്ദുള്ള എന്ന് പറയുന്നത്. പല സ്ഥലത്തും ഈസ, പക്ഷെ മുഹമ്മദിന് അബ്ദുള്ള എന്ന് പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈസയുടെ മകനാണ് മുഹമ്മദ്. കാരണം അങ്ങനെയും വരാമല്ലോ, ഈസയുടെ മകനാണ് മുഹമ്മദ്. കാരണം എനിക്ക് ശേഷം ഇസുമുഹു അഹമ്മദ്, എൻ്റെ മകൻ എന്നേക്കാൾ ഉയർന്ന നിലക്ക് വരും. അതാണ് ഇസുമുഹു അഹമ്മദ്. ആ അഹമ്മദിനെയാണ് ഈ എന്ത് ചെയ്യുന്നത്? കൊടും ക്രൂരൻ കുറ്റവാളി, ഒരു ക്രിമിനൽ, മുജ്രിമായി ചിത്രീകരിക്കുന്നത്. അപ്പം ഷെയ്ത്താന് വിധേയപ്പെടുകയാണ്. തഅബുദു ഷെയ്ത്താനാണ് മുഹമ്മദ് എന്ന രീതിയിൽ വൃത്തികെട്ട വർഗ്ഗങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അവർക്ക് ബോധമില്ലാതെയാണ്. യാസീനിൽ 36-ാമത്തെ അധ്യായം, സൂറത്ത് യാസീൻ. വംതാസുൽ യോമ അയ്യുഹൽ മുജ്രിമൂൻ അലം ആദിലേക്കും യാ ബനി ആദമ അല്ല തഅബുദു ശൈത്താൻ എന്നൊരു വാക്ക് കേൾക്കാം. എന്താണ്? അലം ആദ് ഇലേക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആരോട്? തഅബുദു ശൈത്താൻ, ശൈത്താന് അടിമപ്പെടുന്നവർ, ശൈത്താൻ്റെ അടിമകളോട്, ശൈത്താന് വിധേയപ്പെടുന്നവരോട്. തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും മദുവ്വും മുബീൻ. ഇന്നഹു തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അതുവും മുബീൻ വ്യക്തമായ ശത്രുവാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇന്നഹു ലക്കും അതുവും മുബീൻ വ അനി അബ്ദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം, എന്നെ വിധേയപ്പെടുക, ഇതാണ് നേരായ മാർഗം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അതെപ്പോഴാണ്? അതിവിടെ വെച്ചല്ല. നിങ്ങളെ ശരീരം ഉപേക്ഷിച്ച് പോയി നിങ്ങളെ കർമ്മഫലം കിട്ടുന്ന ഒരു വിധിയുണ്ട്. ആ കോടതിയിൽ നിന്നാണ് ചോദിക്കുക. അന്ന് നിങ്ങളെ ശരീരം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കില്ല എന്നാണ് ഇനി പറയുന്നത്. അനിയബുദോനി ഹാദാ സിറാത്തുൻ മുസ്തഖീം വലക്കത്ത് അവല്ല മിൻകുഞ്ചുബെല്ലം കഥീറ. ഒരുപാട് ആളുകളെ അവൻ പിഴപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ തഅബുദ് ശൈത്താന്മാരോട്? അതാ പറയണത്. മിൻകുഞ്ചുബെല്ലം കഥീറ അഫലം തക്കൂനു താക്കിനും ഹാദിഹി ജഹന്നം. അതുകൊണ്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത നരകമിതാ. ബോധം വരുമ്പോഴാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ, അനീതികൾ. കാരണം ഇതിനൊരു വിധിയോ അതല്ലെങ്കിൽ ഈ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ഒരു ശിക്ഷ ലഭിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.
പക്ഷെ ആഗ്രഹിച്ചോ, പക്ഷെ ആ അവസ്ഥയിലേക്ക് ആരെ കൊണ്ടുപോകാനാണ്? കുറേ കവലച്ചട്ടമ്പികളെ കൂട്ടിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കാൻ, അല്ലേ? ഈ ബോധമില്ലാത്തവരെ ഇവരെ അതിൽ നിന്നിട്ട് വേർപ്പെടുത്തി നിങ്ങളെ സംഘടനയെ ചേർത്തിട്ട് എന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ അതുവരെ നന്ദിയില്ലാത്ത രീതിയിൽ തരം അതുവരെ വളർത്തി അന്നം തന്ന് സംരക്ഷണം നൽകി അവരുടെ ചിറകിൻ്റെ ഇടയിൽ വളർത്തി ഉണ്ടാക്കിയിട്ട് അവസാനം അവർ അവശനാകുമ്പോൾ അവരെ കല്ലെറിയാൻ, അല്ലേ, കുറച്ച് വിഷജന്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി മുത്തിൻ്റെ 10 കൽപ്പനകൾ, അതിന് ബനോ ഖുറൈറ കൂട്ടക്കൊല എന്നും പറഞ്ഞിട്ട് കൂട്ടക്കൊലക്ക് നേതൃത്വം വഹിച്ചിരുന്നു മുഹമ്മദ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ശരിക്ക് ശൈത്താന് വിധേയപ്പെടുന്ന ക്രിമിനൽസാണ് നിങ്ങൾ. കുറ്റവാളികളെ നിങ്ങൾ വേറിട്ട് നിൽക്കുക എന്ന് പറയപ്പെടുന്നു. വംദാദുൽ യൗമയ്യുഹൽ മുജ്രിമു അലമാതിലേക്കും. ഈ ആദം സന്തതികളെ, നിങ്ങളിപ്പോൾ പറയുന്ന ആദമിൻ്റെ സന്തതിയല്ല നിങ്ങൾ, പിന്നെ ഇവിടുന്ന് കുരങ്ങിൽ നിന്ന് കണ്ട് ഉയർന്ന് വന്ന്, അല്ലേ? കുരങ്ങിൻ്റെ സന്തതികളാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളെ സൃഷ്ടാവാരാ? ഈ മുസ്ലിങ്ങളുടെ സൃഷ്ടാവാരാ? സൃഷ്ടാവില്ല എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നു, നിങ്ങളെ താന്തോന്നിത്തരം. അപ്പോൾ ഇനി ഇവിടെ ജീവിച്ചു മരിക്കുക, കൊള്ളയടിക്കുക, അക്രമം ചെയ്യുക, അനീതി ചെയ്യുക, അർഹതപ്പെടാത്തത് കവർന്നെടുക്കുക, ഹറാമില്ല, നിങ്ങൾക്കെല്ലാം ഹലാൽ, അല്ലേ? കൊള്ളയടിക്കുന്നതൊക്കെ ഹലാൽ. കാരണം പക്ഷേ ശിക്ഷ ലഭിക്കരുത്. ആ നിങ്ങൾ ചെയ്യുന്ന കുറ്റം നിങ്ങൾ വളർത്തിയവരുടെ തലയിടുക. അതിന് മുസ്ലിം എന്നിട്ടാൽ മതി. കാരണം എന്താ? മുസ്ലിം എന്നിട്ടാൽ ഇനി നിങ്ങളും വ്യാഖ്യാനിക്കാം, മുസ്ലിം എവിടെ? മക്കയിൽ മദീനയിൽ അക്രമം ചെയ്തിരുന്നു, അപ്പോൾ ഒരു കുറ്റവാളി, ക്രിമിനൽ. അപ്പോൾ മുസ്ലിം എന്ന വാക്ക് ക്രിമിനലിനിടന്നതാണ്, അല്ലേ? അപ്പോൾ നിങ്ങളെ വളർത്തിയ അവർ ക്രിമിനലാണ്. അപ്പം നിങ്ങൾ എക്സിറ്റ് അടിച്ച് എവിടുന്നാ? മുജ്രിമീൻ നിന്നാണ്, മുസ്ലിങ്ങളിൽ നിന്നല്ല. അപ്പോൾ അവരെ കുറ്റവാളിയാക്കുക. കാരണം നിങ്ങൾക്ക് പക ആരോടാ? വളർത്തിയവരോട് പക. അല്ലാതെ നിങ്ങൾ വളർത്തി വലുതാക്കിയ ആരാ? ഹിന്ദുക്കളാ? ക്രിസ്ത്യാനികളാ? ആരെങ്ങളെ വളർത്തി? കാഫറാണോ? ഈ ജബ്ബാറും രവി പോലുള്ള കാഫറാണോ വളർത്തി? കാഫറിനോട് നന്ദി കാണിക്കുക, അല്ലേ? മുഹമ്മദിനേക്കാൾ നല്ലതാരാണ്? പിശാചാണ്. കാരണം പിശാചിന് വേണ്ടി മുഹമ്മദ് നിലകൊണ്ടു, അല്ലാണ്ട് പിശാചുക്കൾ നേരിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ പിശാചിൻ്റെ പ്രേരണ ആർക്കുണ്ടായി? മുഹമ്മദിന്. എന്നിട്ട് അക്രമം പ്രവർത്തിച്ചു എന്ന് വരുത്തി തീർക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മുസ്ലിങ്ങൾ ക്രിമിനൽസാണ്, മുജ്രിമീങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നു. അതിനാണ് ഈ ബനോ ഖുറൈറ കൂട്ടക്കൊലയുടെ ചരിത്രമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്, അല്ലേ? അതിന് ഒരാളെ തരപ്പെടുത്തിയിട്ട് ഒരു ഹദീസ് പണ്ഡിതനെ കൊടുത്തിട്ട് അതിനെ പറയുന്നു. അയാൾ ഒരിക്കലും മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തില്ല. കാരണം അത് ഏകപക്ഷീയമായി ഒരു വെറുതെ ഹിറ്റ്ലർ ചെയ്ത പോലെ. അങ്ങനെ ഹിറ്റ്ലർ എന്താ ചെയ്തത്? ഹിറ്റ്ലർ ശരിക്കും യുദ്ധമല്ലേ ചെയ്തത്? ഹിറ്റ്ലർ മറ്റ് രാജ്യങ്ങളെയാണ് കടന്നാക്രമിച്ചത്, അല്ലേ? അതിനാണ് യുദ്ധം എന്ന് പറയാം. ഇപ്പം ചെങ്കിസ് ഖാനൊക്കെ ചെയ്തതെന്താ? അത് ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു കാര്യം ചെറുത്ത് ചെയ്ത് പറയാം. ബ്രിട്ടീഷുകാരെ അതാണ് യുദ്ധം. ഏത് യുദ്ധം? അപ്പോൾ ഇത് യുദ്ധമാണ്, അല്ലേ? ഈ ബ്രിട്ടീഷുകാരും അമേരിക്കയും ഇനി മറ്റേ ജോസഫ് സ്റ്റാലിൻ, മറ്റേ സോവിയറ്റ് യൂണിയൻ, ഇവർ ഒക്കെ കൂടിയിട്ട് ഹിറ്റ്ലറെ അതാണ് യുദ്ധം. അതാണ്, അല്ലേ? എന്നിട്ട് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. വാസ്തവത്തിൽ ഹിറ്റ്ലർ ജൂതന്മാരോട് ചെയ്തതിൻ്റെ പക വാസ്തവത്തിൽ ആരോട് തീർക്കുമ്പോൾ? നാസിപ്പടയോടല്ല തീർക്കേണ്ടത്, അല്ല. അതിന് ജൂതന്മാരുടെ മൈൻഡ്, നിങ്ങൾ ജൂതന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്നു. കാരണം ജൂതന്മാരെ മുഹമ്മദ് പണ്ട് ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ വാസ്തവത്തിൽ അതിന് പകരം കിട്ടുകയാണ്, കർമ്മഫലം കിട്ടുകയാണ്, അല്ലേ? പണ്ട് ചെയ്തതിനുള്ള അത് ഇവർക്കാണോ കൊടുക്കേണ്ടത്? നിരായുധർക്ക്. അതിന് ഇവിടെ ഭീകരവാദികളെ അവർക്ക് ആയുധം കൊടുക്കുക. ഈ IS ആൻഡ് അൽ-ഖായ്ദ പോലുള്ള ഈ ഭീകരവാദികൾക്ക് ആയുധം കൊടുക്കുന്നത് ആരാ? മലക്ക് ഇറക്കി കൊടുക്കുക, അള്ളാഹ് ആയുധം ഇറക്കി കൊടുക്കണം അവർക്ക്. ഇവർക്ക് ആയുധം കിട്ടുന്ന എവിടുന്ന?
എവിടെ നിന്നാണ്? പാകിസ്ഥാനാണോ? അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, സൗദിയാണോ? ആണെങ്കിൽ തന്നെ പാകിസ്ഥാൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? പാകിസ്ഥാൻ അള്ളാഹു അല്ലല്ലോ, ജൂതന്മാരെന്നല്ലേ? അതല്ലെങ്കിൽ ചൈനയെന്ന്. ഒന്നുകിൽ നിരീശ്വരവാദികളെന്ന്, അതല്ലെങ്കിൽ നിങ്ങളുടെ അപ്പോസ്തലനെ, നിങ്ങളെ നിയന്ത്രിക്കുന്ന ജൂതന്മാരെ തന്നെയാണ് കേട്ടോ. ആ ജൂതന്മാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാം അല്ലേ? അതിന് മനുഷ്യത്വമില്ലാത്ത രീതിയിൽ തരം താഴ്ന്ന ഒരു തരം വിഷജന്തുക്കൾ. നിങ്ങൾക്ക് ബോധമില്ലായ്മയാണ്, അതാണ് ഈ പറയണത്. ചെറിയ റഷ്യത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. എന്നിട്ട് കാട് കയറരുത് എന്ന് പറഞ്ഞപ്പോൾ നേരെ മറിച്ച് ഇതേ കാര്യം ഈ ഷാഫി പറയുകയാണെങ്കിലോ, അല്ല നിങ്ങൾ വിഷയത്തിൽ ഇതന്നെ വിഷയം, ഇതിലേക്ക് വാ. അപ്പം മുഹമ്മദ് ഷാഫിയ പറഞ്ഞു, ഞാൻ പറയാം. ഏത്? ഖുർആൻ ഒരായത്ത് വെച്ചുകൊണ്ട്, സൂറത്ത് മായിദ 5:32. ഒരു അകാരണമായി നിങ്ങൾ ഒരാളെ കൊന്ന അതൊരു സമൂഹത്തെ മൊത്തം കൊന്നതിന് ഫലം. മറിച്ച് ഒരു കൊലയിൽ നിന്ന് ഒരാളെ രക്ഷിച്ചാൽ നിങ്ങൾ ഒരാളല്ല ഒരു സമൂഹത്തെ രക്ഷിക്കുക. ഈ കാഴ്ചപ്പാടാണ് മുസ്ലിങ്ങളുടെ. ആ മുസ്ലിങ്ങളെ കുറ്റവാളിയാക്കാൻ എന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുതെന്ന് അയാൾ പറഞ്ഞത്. നിങ്ങൾ എന്നെ ഉപയോഗപ്പെടുത്തരുതെന്ന്. പക്ഷെ അത് പറ്റില്ല. ഞാൻ എന്തിനാണ് ഇപ്പോൾ വിളിച്ചു കൊടുന്നുള്ളത്? ഉപയോഗപ്പെടുത്താൻ തന്നെ ഹദീസ് പണ്ഡിതനായിട്ട് വിളിച്ചു കൊടുക്കുന്നത് അതിന് തന്നെയാണ്. അത് പറ്റില്ല. ഇവിടെ ഇതിൽ വെച്ച് സംസാരിക്കണം എന്ന് പറയും. അങ്ങനെ കാട് കയറരുത് എന്ന് പറയും അല്ലേ? കാട് കയറരുത് എന്ന് പറയും. എന്നിട്ട് പിന്നെ തുടങ്ങുന്ന ഭാഗം ഏതാ? പിന്നെ തുടങ്ങുന്ന ഭാഗം കേട്ടോളൂ. അങ്ങനെ പോയിട്ടില്ല എന്നൊക്കെ പറയാനൊന്നും പറ്റില്ല. ഈ ചരിത്രങ്ങളൊക്കെ തെളിവാണ്. ക്രൂരത കാണിച്ച ഇതിനെയൊക്കെ ചുമ്മാ ഇത്രയും ക്രൂരത കാണിച്ച അയാളെയൊക്കെ മഹത്വീകരിച്ച് മറ്റേ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മാതിരി അവതരിപ്പിക്കരുത്. ഇനി ഇവിടുത്തെ ഒരു കാര്യം, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത പോലെ അവതരിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത പോലെ അവതരിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ആരാണ് യുദ്ധം ചെയ്തത്? ആരാ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരും യുദ്ധം ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെ ആരാ? ഹിറ്റ്ലറല്ലല്ലോ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അല്ലേ, ഭാരതീയർക്ക് വേണ്ടിയിട്ട് യുദ്ധം വാസ്തവത്തിൽ ഈ ബ്രിട്ടീഷുകാർ കടന്നാക്രമിച്ചാണ് ഇന്ത്യ. അവരെക്കെതിരെ സമരം ചെയ്യാൻ ഇതാണ് എന്താണ് യുദ്ധം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെ ചെറുത്ത് നിൽക്കുക ആ രീതിയിൽ ഇന്ത്യയിൽ ആരാ? ഈ നാട്ടുരാജാക്കന്മാരാണോ? നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന് ആരാ പിന്നെ നിന്നത്? സവർണ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നു. RSS നിന്നു. ഇനി ഈ മറ്റേ എന്താ പറയുക, ഹിന്ദു ഐക്യവേദി ആരും നിന്നില്ലേ? എന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങളാണ്, നിരായുധരായ മുസ്ലിങ്ങളാണ് വാസ്തവത്തിൽ. അതാണ് മാപ്പിള ലഹള എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തള്ളിവിടുന്നത് അല്ലേ? ഇനി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ശരിക്കും യുദ്ധം, അതാണ് യുദ്ധം എന്ന് പറയുന്നത്. പക്ഷെ മറ്റത് അക്രമം, ബ്രിട്ടീഷ് കടന്നാക്രമിക്കുന്ന അക്രമം, അതിന് യുദ്ധം എന്നല്ല പറയാം. യുദ്ധം ചെയ്തത് ആരാ? നാടിന് വേണ്ടി യുദ്ധം ചെയ്തത് ടിപ്പു സുൽത്താനാ. അല്ലാതെ ഇപ്പോൾ ഈ പഴശ്ശിരാജ ഉണ്ടല്ലോ, പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു എന്നതൊക്കെ വരുത്തി തീർക്കാൻ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്തതാണ്. യുദ്ധമല്ല, അക്രമമാണത്. യുദ്ധം ടിപ്പു സുൽത്താനാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുന്ന് കടന്നാക്രമിക്കുക അക്രമം. ആ അക്രമത്തിൻ്റെ കൂടെയാണ് വാസ്തവത്തിൽ പഴശ്ശിരാജ നിന്നത് ആദ്യം. പക്ഷേ എന്നിട്ട് പിന്നീട് പഴശ്ശിരാജയുടെ അമ്മാമനായിട്ടുള്ള ഒരു തർക്കമാണ്. കാരണം ഈ കപ്പമുണ്ടല്ലോ, അത് ഈ പഴശ്ശിരാജക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ അമ്മാമൻ. അങ്ങനെ അമ്മാമനക്കെതിരെ നിന്നപ്പോൾ അമ്മാമൻ്റെ കൂടെ ബ്രിട്ടീഷുകാർ നിൽക്കിയത്. അങ്ങനെയാണ് പഴശ്ശിരാജനെ എന്ത് ചെയ്യുന്നത്?
അല്ലാതെ പഴശ്ശിരാജ വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യല്ല ഇത്. അമ്മാമൻ എതിരെ അവർ തമ്മിലുള്ള അമ്മാമനും മരുവനും കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അല്ലാതെ ടിപ്പു സുൽത്താൻ അങ്ങനല്ല. ടിപ്പു സുൽത്താൻ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്, ഭാരതത്തിന് വേണ്ടിയിട്ടാണ്, ഭാരതീയ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇനി വേറെ കാര്യം നിങ്ങൾക്കറിയാത്ത കാര്യം പറഞ്ഞുതരാം. വാസ്തവത്തിൽ ഈ ഈ ഭാരതം എന്നത് ഭാരതത്തിൽ 1200 മുതൽ 1800 വരെ ഇത് ഭരിച്ചിരുന്ന ഭാരതത്തെ ഭരിച്ചിരുന്നത് മുഗൾ രാജാക്കന്മാരാണ്. ഷാജഹാൻ ചക്രവർത്തി, അതുപോലെ തന്നെ ബാബർ ചക്രവർത്തി, അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ ഒക്കെ ഇങ്ങനെയുള്ള ഇവരായിരുന്നു. ഇനി അവർ ഒരിക്കലും ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ശ്രമിക്കുകയായിരുന്നെങ്കിൽ 1200 to 1800 വരെയുള്ള കാലയളവിൽ നിഷ്പ്രയാസം കഴിയുമായിരുന്നു. ഇനി ഇവിടുത്തെ ഹിന്ദു എന്ന് അവർ വിളിച്ചതാണ്, അത് ഈ ജനതയല്ല വിളിച്ചത്. സിന്ധു നദിയാണ് ഹിന്ദു എന്ന് വിളിച്ചത്. ഹിന്ദുസ്ഥാൻ എന്ന് വെച്ചാൽ സിന്ധു നദി സ്ഥിതി ചെയ്യുന്ന സ്ഥാനം എന്ന നിലയ്ക്ക് ഹിന്ദുസ്ഥാൻ. പക്ഷേ ഇവിടെ ഇന്ത്യ എന്നത് വിദേശവൽപ്പന, അത് ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ. മനസ്സിലായി? അപ്പോൾ ഈ ഭാരതമാണ്, ഭാരതത്തിന് വേണ്ടി യുദ്ധം ചെയ്തത് ശരിക്ക് ടിപ്പു സുൽത്താനാണ്. ശരിക്ക് മുഗൾ രാജാക്കന്മാർ അതേപോലെ മുഗളന്മാരാണ് യുദ്ധം ചെയ്തത്. മുഗളന്മാർ ഒരിക്കലും അടിമപ്പെട്ടിട്ടില്ല, അവരെ ഉന്മൂലനം ചെയ്യുക ചെയ്ത്. ഈ നാട്ടുരാജാക്കന്മാരെ സവർണ ഹിന്ദുവിൻ്റെ മേലാളനായിട്ട് ഈ ബ്രിട്ടീഷുകാർ നിന്നുകൊണ്ട് അങ്ങനെ എന്താണിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വർത്തമാനകാലത്ത് എന്നറിയാം. അതായത് ഈ നമ്മളുടെ ദേശീയഗാനം ഉണ്ടല്ലോ, അതിനെപ്പറ്റി വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക് തോന്നും കാട് കയറുകയെന്ന്. ഇല്ല, നിങ്ങൾ ഈ കുഴിക്കുന്ന കുഴി ഉണ്ടല്ലോ, പടുകുഴിയിൽ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ച, അതിനെ ബ്രേക്ക് ചെയ്യാനാണ്. നിങ്ങൾക്ക് ബോധമുണ്ടാവാനല്ല, മറിച്ച് സത്യമറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ. നിങ്ങൾക്ക് തോന്നും കാട് കയറുകയാണ്, ആണെങ്കിൽ ഇത് കാട് കയറ് തന്നെ. ഇന്ത്യൻ്റെ ദേശീയഗാനം, പാകിസ്ഥാൻ്റെ ദേശീയഗാനം ഏതാ? അതിൽ പാകിസ്ഥാൻ ഉണ്ടാവും. ബംഗ്ലാദേശിൻ്റെ ഉണ്ടല്ലോ, ഇത് ഭാരതമായി നിന്നിരുന്നാണ്. ഇന്ത്യക്ക് ഒരു ദേശീയഗാനമേ ഇല്ല കേട്ടോ. കാരണം ഇന്ത്യ എന്നൊരു വാക്ക് നമ്മുടെ ദേശീയഗാനത്തിലില്ല. ഈ ദേശീയഗാനം ഉന്മൂലനം ചെയ്യണം. എന്തിനാ? ഹിന്ദുസ്ഥാൻ സ്ഥാപിക്കാൻ, ഇന്ത്യയെ ഹിന്ദുസ്ഥാനാക്കാൻ. എന്നിട്ട് സവർണ ഹിന്ദു അവർണ ഹിന്ദു ആക്കി തീർക്കുക. ഇതൊരു പൊളിറ്റിക്സ് ഗെയിം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കോഴിക്ക് മല വരും എന്ന് പറഞ്ഞ പോലെ അതിന് മുസ്ലിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ വെറുതെ അതിന് പാടുപെടണം. ജീവൻ ബലി നൽകിയാലും വാസ്തവത്തിൽ ഇത് ഹിന്ദുസ്ഥാൻ ആക്കാൻ അനുവദിക്കില്ല. ഇതിങ്ങനെ തന്നെ എടുക്കാനല്ലേ ഇന്ത്യ, അതല്ലെങ്കിൽ ഭാരതം. അപ്പോൾ ഈ ഒരു ദേശീയ ഗാനം ഉന്മൂലനം ചെയ്ത പക്ഷേ ഈ ബംഗ്ലാദേശിൻ്റെ ഹമാർ സോണാർ ബംഗ്ല ബാലുഭാഷി, അതാണ് അവരുടെ ദേശീയ ഗാനം. ഇനി പാകിസ്ഥാനെ നോക്കി, പാകിസ്ഥാൻ്റെ ജനഗണമന അധിനായകല്ല, മറിച്ച് പാകിസ്ഥാൻ എന്ന പേരിൽ ദേശീയ ഗാനം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇന്ത്യ എന്ന പേരിൽ ഒരു ദേശീയ ഗാനമില്ല. എന്താ കാരണം? ഇത് നമ്മളുടെ വിഷയമല്ല നിങ്ങൾക്ക് തോന്നാം, ഇത് നമ്മളുടെ വിഷയം തന്നെയാണ്. കാരണം നിങ്ങൾ ഈ അവതരിപ്പിച്ച ഈ ബനു ഹുറൈറ കൂട്ടക്കൊല, ഇത് നിങ്ങളുടെ ആ മനസ്സിൽ ഒളിപ്പിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ഒരു 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 എന്താ പുറകിലുള്ള നിങ്ങളും ഈ ഒരു പടുകുഴിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു സമൂഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ എടുക്കുന്ന ഈ തന്ത്രം, അത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അതിനു വേണ്ടി കാടും കയറാം. അപ്പോൾ ഈ ഇന്ത്യൻ്റെ ദേശീയഗാനം കേട്ടില്ലേ മക്കൾ? ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ,
വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധിതരംഗ തബ ശുഭ നാമേ ജാഗേ तब शुभ आशीष मांगे गाए तव जय गात जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे ജയ 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 ഹേ. ഇതിൽ ഇന്ത്യ എന്നുമില്ല, ഹിന്ദു എന്നുമില്ല, ഹിന്ദുസ്ഥാനൊന്നുമില്ല. എന്താ കാരണം? ഇത് ഭാരതമാണ്. മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഭാരതം തന്നെ. അവരിത് എന്താക്കി തീർന്നിട്ടില്ല, ഹിന്ദുസ്ഥാനാക്കാനും ശ്രമിച്ചിട്ടില്ല, ഇന്ത്യ ആക്കാനും ശ്രമിച്ചിട്ടില്ല. ഇന്ത്യ ആയി കിടന്നെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹിന്ദുസ്ഥാൻ, അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ അത് ആരാ? മുഗൾ രാജാക്കന്മാരുടെ മനോഭാവമല്ല അത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പൈശാചിക ചിന്തയുടെയാണ്, മോഹമാണത്. ഇതിൽ പറയുന്നത് ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത. ഭാരതാണ്, ഇന്ത്യ അല്ലട്ട, ഭാരത ഭാഗ്യവിധാത. പഞ്ചാബ് ഇതൊരു സംസ്കാരമാണ്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠി, ദ്രാവിഡ സംസ്കാരം, ദ്രാവിഡ ഉത്കല ബംഗ. അപ്പം ഈ ഭാരതത്തിലെ സംസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞത്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠി, ദ്രാവിഡർ, മനസ്സിലായി? ഇങ്ങനെയുള്ള സംസ്കാരങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ ഹിന്ദു ഇല്ല, സിന്ധാണുള്ളത്. സിന്ധ്, പഞ്ചാബ്, സിന്ധ്, അതിന് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞതാണ്. ഹിന്ദുസ്ഥാൻ, പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ ഉത്കല ബംഗ. വിന്ധ്യ എന്നുള്ളത് ഇന്ത്യ അല്ലട്ട, ഇന്ത്യ അല്ല, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധിതരംഗ ഒഴുകുന്ന നദികളാണ് പിന്നുള്ളത്. ഉച്ഛല ജലധിതരംഗ തപ ശുഭ് നാമേ ജാഗെ തപ ശുഭ് ആശിഷമാകെ ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത. ഭാരത ഭാഗ്യവിധാതയാണ്. അല്ലാണ്ട് നിങ്ങൾ ഈ മുസ്ലിങ്ങളെ ഒക്കെ ഉന്മൂലനം ചെയ്താൽ എന്താണ് പിന്നെ? സാരേ ജഹാ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ ഹമാരാ സാരേ ജഹാ സേ അച്ഛാ, അല്ലേ? സാരേ ജഹാ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. അപ്പം ഹിന്ദുസ്ഥാൻ ഉണ്ടായാൽ ഇന്ത്യ ഔട്ട്, ഭാരതം ഔട്ട്. പിന്നെ എന്ത് ചെയ്യുക? സവർണ ഹിന്ദു, അവർണ ഹിന്ദു. ഇനി ആർക്ക് അധികാരം ഉണ്ടാകുക? പിന്നെ ഇനി സവർണ ഹിന്ദുവിനൊന്നും ഇത് കിട്ടുകയില്ല, വെറുതെ മോഹിക്കണം. ഇനി അവർണ ഹിന്ദുക്കൾ മേലെയായി, സവർണ ഹിന്ദുക്കൾ അടിയാളന്മാരാവുക എന്നല്ലാതെ. കാരണം മെജോറിറ്റി ആരാ? ഭൂരിപക്ഷം ആരാ? ഇനി ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഈ സവർണ മനോഭാവമുള്ളവർ ഇവിടെ ഇരുന്നിട്ട്, പളിങ്ങിരുന്നിട്ട്, ജിന്നായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ദളിതരെയും ഈ കീഴ്ജാതികളെ എത്രണ്ണത്തിനെ കൊന്നുകൊടുക്കണോ? ഇനി ഇത് ചെയ്താൽ മതി. മുസ്ലിങ്ങളും ഇവരെ ഈ അവർണ ഹിന്ദു മുസ്ലിങ്ങളും കൂടി ഫൈറ്റ്. ഇതിലടക്കം നിങ്ങളിങ്ങനെ ഇരിക്കുക. മുസ്ലിങ്ങൾക്ക് ഇതല്ലാന്നേ, മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റില്ല. വെറുതെ മോഹിക്കണം, വ്യാമോഹമാണ്. ശ്രമിച്ചു നോക്കി നിങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം 2:58 3 മിനിറ്റ് ആയിട്ടുള്ളൂ. മാത്രമല്ല ഇത് ലോഡായി കിട്ടുന്നില്ല, അതുകൊണ്ട് കൂടിയാണ്. ഇനി അടുത്തതിന് നമുക്ക് അടുത്തതിൽ വിവരിക്കാം ഇൻഷാ അല്ലാഹ്.